CPM-ൽ ചേർന്ന കാപ്പ കേസ് പ്രതിയെ നാടുകടത്തി. ഡിവൈഎഫ്ഐ മലയാലപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് ഇഡലി എന്ന ശരൺചന്ദ്രനെയാണ് നാടുകടത്തിയത്. 1 വർഷത്തേക്കാണ് ശരൺചന്ദ്രനെ നാടുകടത്തിയിരിക്കുന്നത്. കാപ്പ കേസ് പ്രതിയെ മന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചത് വൻ വിവാദമായിരുന്നു. കാപ്പ കേസ് പ്രതിയല്ലെന്നും സ്വയം തിരുത്താനാണ് പാർട്ടിയിൽ എത്തിയതെന്നുമായിരുന്നു അന്ന് CPM വിശദീകരണം. ഇഡലി എന്നാണ് ശരൺചന്ദ്രന്റെ വിളിപ്പേര്. പാർട്ടിയുടെ നവമാധ്യമങ്ങളിൽ അടക്കം ശരൺചന്ദ്രന്റെ അഭിമുഖം പങ്കുവെച്ച് വലിയ നേട്ടമായി CPM നേതൃത്വം ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ മലയാലപ്പുഴ മേഖലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെ ശക്തമായി എതിർത്ത് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. പലരും വാട്സാപ്പുകളിലും തങ്ങളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലും ഈ സ്വീകരണ നടപടിയെ വിമർശിച്ചു. മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കാപ്പ കേസ് പ്രതിക്ക് സ്വീകരണം നൽകുന്ന കാര്യം പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം മനസ്സിലാക്കാതിരുന്നതും മുന്നറിയിപ്പ് നൽകാതിരുന്നതും എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയർന്നിരുന്നു. എന്നാൽ ശരൺചന്ദ്രൻ നിലവിൽ കാപ്പ കേസ് പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞു എന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അന്ന് വിശദീകരിച്ചത്. കൂടാതെ ശരൺചന്ദ്രനെ മലയാലപ്പുഴ ഡിവൈഎഫ്ഐ മേഖലാ വൈസ് പ്രസിഡന്റായി കഴിഞ്ഞ വർഷം തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തല അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിയായിരുന്നു ഇയാൾ. RSSന് വേണ്ടിയാണ് ശരൺചന്ദ്രൻ കേസുകളിൽ പ്രതിയായതെന്നും പൊതുപ്രവർത്തകർക്കെതിരെ എടുക്കേണ്ട കേസല്ല കാപ്പയെന്നുമായിരുന്നു CPM പത്തനംതിട്ട ജില്ലാ മുൻ സെക്രട്ടറി KP ഉദയഭാനു അക്കാലത്ത് പറഞ്ഞ ന്യായീകരണം. അതേ പ്രതിയാണ് വീണ്ടും കാപ്പ നിയമം പ്രയോഗിച്ച് നാടുകടത്തിയത്.